ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ വളർച്ചയ്ക്ക് കാരണം കൂട്ടായ പ്രയത്നമാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. കരുവാരകുണ്ടിൽ തുടങ്ങിയ PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലയോര മേഖലകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുള്ള ആശുപത്രിക്ക് തുടക്കം കുറിച്ചതോടെ സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഏറെ അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായൊരു ചടങ്ങിലാണ് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത്. ആതുര സേവന രംഗത്ത് ഈ മലയോര മേഖലയിൽ 150 കിടക്കകളോടുകൂടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരാതുരാലയം ഇവിടെ ജന്മമെടുക്കുന്നു എന്നത് ഈ നാടിൻ്റെ ആരോഗ്യപരിപാലന രംഗത്ത് അനുഗ്രഹീതമായൊരു ഘടകമായി നാം കാണുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ കാലയളവിൽ PMSA മെമ്മോറിയൽ ജില്ലാ സഹകരണ ആശുപത്രി ഇതോടുകൂടി 450 ബെഡുള്ള വലിയ സഹകരണ ആശുപത്രിയായി മാറുന്നു എന്ന സന്തോഷ വാർത്തയും ഇതിനോടൊപ്പമുണ്ട്. സഹകരണ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ റാങ്ക് നിശ്ചയിച്ചപ്പോൾ 1-ാം സ്ഥാനത്ത് കൊല്ലം NS ഹോസ്പിറ്റലും 2-ാം സ്ഥാനത്ത് PMSA ജില്ലാ ആശുപത്രിയുമാണ് എത്തിച്ചേർന്നത് എന്ന കാര്യം എടുത്തു പറയട്ടെ. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ മേഖലയിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉറപ്പാക്കിയും ഒപ്പം ഒരു സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിച്ച് തെളിയിച്ചുകൊണ്ടും നടത്തിയ അഭിമാനകരമായ പ്രവർത്തനങ്ങളുടെ നേട്ടമാണ് 2-ാം സ്ഥാനത്തേക്ക് കേരളത്തിൽ ഈ സഹകരണ ആശുപത്രി എത്തിച്ചേരാൻ ഇടവന്നത്. ഇതിനെ ഈ നിലയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന മജീദ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും സംസ്ഥാന സഹകരണ വകുപ്പിന് വേണ്ടി തന്നെ അഭിനന്ദിക്കുകയാണ്. 450ഓളം കിടക്കകളുള്ള ആശുപത്രിയായി ഉയർന്നതോടെ സംസ്ഥാനത്തെ മുൻനിരയിലെത്തിയ സഹകരണ ആശുപത്രിയായി PMSA ജില്ലാ സഹകരണ ആശുപത്രി മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AP അനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻ തിയേറ്റർ ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. ആശുപത്രി സംഘം പ്രസിഡന്റ് KPA മജീദ് MLA ആമുഖ പ്രഭാഷണം നടത്തി. ICU ബ്ലോക്ക് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കാർഡിയാക് ബ്ലോക്ക് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും ട്രോമ കെയർ വിഭാഗം PV അബ്ദുൽ വഹാബ് MPയും ഗൈനക്കോളജി ആൻഡ് നിയോനാറ്റൽ ICU ബ്ലോക്ക് ഉദ്ഘാടനം UA ലത്തീഫ് MLAയും ലബോറട്ടറി ആൻഡ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനം PK ബഷീർ MLAയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ സുരേന്ദ്രൻ ചമ്പ്രയും ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉദ്ഘാടനം സഹകരണ സംഘം മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ AP നൌഷാദും പ്രൊജക്ട് അവതരണം ആശുപത്രി സംഘം സെക്രട്ടറി സഹീർ കാലടി എന്നിവരും നിർവഹിച്ചു. അഡ്വക്കേറ്റ് M ഉമ്മർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VP ജസീറ, തൂവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ടീച്ചർ, ബ്ലോക്ക് മെമ്പർ ശ്രീജ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്വിത അനിൽകുമാർ, കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, N ഉണ്ണീൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. PMSA പൂക്കോയ തങ്ങൾ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇപ്പോൾ സഹകരണ ആശുപത്രി ഇപ്പോൾ അതിൻ്റെ വളർച്ചയിൽ ഓരോ ഘട്ടം തരണം ചെയ്ത് ഘട്ടം കഴിഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു നല്ല സജ്ജീകരണമുള്ള കാറ്റ് ലാബും ബാക്കി എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വന്തമായി എല്ലാ സംവിധാനങ്ങളുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി വളർന്നു കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ഈ പ്രദേശത്ത് ഇതുപോലുള്ള ഉൾപ്രദേശങ്ങളിൽ വന്ന് സഹകരണ മേഖലയിൽ ഹോസ്പിറ്റൽ തുടങ്ങാൻ കഴിഞ്ഞു. ഇനി നിലമ്പൂർ തുടങ്ങാൻ പോകുന്നു. വലിയ വളർച്ചയാണ് ഇതിനുണ്ടായിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിന് വലിയ വളർച്ച ഉണ്ടാവുക എന്നുള്ളത് ഈ കാലത്ത് ഒരു സംഭവമല്ല. ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ വിദഗ്ധ ചികിത്സ ഉണ്ട്, പക്ഷെ അതെല്ലാവർക്കും പ്രാപ്യമല്ല. അത് സാധാരണക്കാർക്ക് കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ രീതിയിൽ ലഭിക്കാൻ സർക്കാർ ആശുപത്രിയിൽ ഓരോ പരിമിതികളുണ്ട്. പ്രൈവറ്റ് ആശുപത്രിയിൽ ബില്ല് നേരത്തെ പറഞ്ഞ മാതിരിയാണ്. അതുകൊണ്ട് സൂക്കട് ഘട്ടം എന്ന് പറഞ്ഞത് ചൂഷണത്തിനുള്ള ഏറ്റവും പറ്റിയൊരു സന്ദർഭമാണ്. മനുഷ്യൻ പിന്നെ വേറൊന്നും നോക്കൂല. അപ്പോൾ ആ കാര്യത്തിൽ സാധാരണക്കാർക്ക് കുറച്ചുകൂടി നല്ല ചികിത്സ കുറച്ചുകൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭിക്കും എന്നുള്ളതാണ് സഹകരണ ആശുപത്രികളുടെ പ്രസക്തി.
ഇന്ന് അത് യാഥാർത്ഥ്യമായി 16 കോടിയിലധികം രൂപ ചെലവാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ കാർഡിയോവും മറ്റ് ഓർത്തോ അടക്കമുള്ള, കാരണം നമുക്കറിയാം ഇവിടെ വഹാബ് സാഹിബുണ്ട്, അദ്ദേഹം ഇവിടെ ഈ മലയോര മേഖലയിൽ ഒരുപാട് ആതുര മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനറിയാം ഈ മേഖലയിലുള്ള ആതുര മേഖലയിലെ ശോചനീയ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ ജീവനം സംരക്ഷിക്കാൻ, അവർക്ക് നല്ല ചികിത്സ നൽകാൻ കഴിയുമാറ് നല്ല ആശുപത്രി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയിലോ മറ്റു ദൂര മഞ്ചേരിയിലേക്കോ കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയിൽ നിന്നും മാറി ഇന്ന് ഇവിടെ അവർക്ക് നല്ല ചികിത്സ കുറഞ്ഞ ചെലവിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ ഇന്ന് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഈ പുതിയ ഹോസ്പിറ്റലും ജനങ്ങൾക്ക് പരമാവധി സഹകരണ മേഖലയാകുമ്പോൾ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ ചുരുങ്ങിയ ചെലവിൽ അവിടെ ചികിത്സയും മറ്റും ലഭ്യമാവുക എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. PMSA ഹോസ്പിറ്റൽ അതിൻ്റെ വളർച്ചയുടെ ഭാഗമായി ഒരു പുതിയ ഹോസ്പിറ്റൽ ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അത് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ തീരുമാനിച്ചതിനെ ഞാൻ മജീദ് സാഹിബിനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുക. മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്ന ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും വേഗത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുത്ത് തന്നെ നിലമ്പൂരിലും തുടങ്ങണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പോകേണ്ടത് കോഴിക്കോട്ടേക്കാണ്. ഒരു 1 മണിക്കൂറാണ് ഗോൾഡൻ ഹവർ എന്ന് പറഞ്ഞത്. എനിക്ക് 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അപ്പോൾ ഏത് സമയത്തും എന്തുണ്ടായിട്ടും കാര്യം ഹോസ്പിറ്റലിൽ 1-2 കിലോമീറ്റർ ഉള്ളിൽ ഉണ്ടെങ്കിലേ സമാധാനമായിട്ട് നിലമ്പൂരിൽ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂരിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നിലമ്പൂർ സമ്മതിച്ചു. എല്ലാ സ്ഥലത്തും വേണം. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ഞാൻ പറഞ്ഞത്, എനിക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങണം, പൈസ ഉണ്ടായിട്ട് സാധിക്കില്ല. എനിക്കായിട്ട് ഡോക്ടറെ അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു ഏർപ്പാടാണ്. അതിന് 16 കോടി റുപ്യ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. മജീദ് സാഹിബിനെ പോലെയുള്ള ആൾക്കാരെ നോക്കാൻ വേണം. അതിന് കോഓപ്പറേറ്റീവ് സെക്ടറിലാവുമ്പം പൈസ കുറച്ച് കൊടുത്താൽ മതി. പണം എന്നുള്ളതിലപ്പുറം നമുക്ക് ഏറ്റവും അടുത്തുള്ള സൗകര്യം എന്നുള്ളതാണ്. 3 വർഷത്തെ ഒരു അധ്വാനത്തിൻ്റെ റിസൾട്ടാണെന്ന് നമുക്ക് മുമ്പിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. സമയം തീരെ എടുക്കുന്നില്ല, വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഒരുപാട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും അറിയല്ലോ പൂർണ്ണമായി പറയുന്നതിൽ ബുദ്ധിമുട്ടുകളും പരിമിതികളുണ്ട്. ആശുപത്രികളില്ലാത്ത പിന്നോക്ക മേഖലകളിൽ ആശുപത്രി തുടങ്ങുക എന്ന ആശുപത്രി സംഘത്തിൻ്റെ 16/3/2021 പൊതുയോഗ തീരുമാനപ്രകാരമാണ് ആദ്യ ആശുപത്രി നമ്മൾ കരുവാരക്കുണ്ട് തുടങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഭൂമി വാങ്ങുന്നതിനായി നമ്മൾ പത്രങ്ങളിലൂടെ ടെൻഡർ ക്ഷണിച്ചു. 13 പാർട്ടികളാണ് നമുക്ക് ഈ കരുവാരക്കുണ്ട് പ്രദേശത്ത് നിന്ന് ടെൻഡർ ലഭിച്ചത്. ആ ടെൻഡർ ആശുപത്രി പ്രസിഡന്റ് മജീദ് സാഹിബ്, വൈസ് പ്രസിഡന്റ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം പ്രാഥമികമായി പരിശോധന നടത്തി. എന്നിട്ട് അതിൽ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയതും പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് ജപ്തിക്ക് നടപടികൾ നേരിട്ട ഈ ഭൂമിയാണ് ഞങ്ങൾ വാങ്ങുവാൻ തീരുമാനിച്ചത്. സഹകരണ വകുപ്പിൻ്റെ അന്നത്തെ ജോയിന്റ് രജിസ്ട്രാർ പ്രഭിത് സാറും AD ഉൾപ്പെടെയുള്ള ടീം വാല്യുവേഷൻ നടത്തി. ബഹുമാനപ്പെട്ട നൌഷാദ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, യൂണിറ്റ് ഇൻസ്പെക്ടർ വിനോദ് സാർ, ഇവരൊക്കെ വളരെ അനുകൂലമായ റിപ്പോർട്ട് നൽകി. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആദ്യ കടമ്പ കടന്നത്. ഇതിന് നമുക്ക് 25/5/2022 ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നമുക്ക് ഭൂമി വാങ്ങുന്നതിന് അനുമതി നൽകി. പിന്നീട് നമ്മൾ ചെയ്തത് ഈ പ്രദേശത്തെ ആളുകളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് ജനകീയ രൂപത്തിൽ ഷെയർ ക്യാമ്പയിനിങ്ങും പ്രൊജക്റ്റ് ലോഞ്ചിങ്ങും നടത്തി. ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് MP അവറുകൾ സാറാണ് അന്ന് നമ്മൾ ആ പ്രൊജക്റ്റ് ലോഞ്ചിങ് നജാത്ത് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തിയത്. നമ്മൾ കരുവാരക്കുണ്ട്, തുവൂര്, എടപ്പറ്റ, ചോക്കാട്, മേലാറ്റൂർ, കാളിക്കാവ്, അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പോയി നമ്മൾ ക്യാമ്പയിനുകൾ നടത്തി ജനകീയ സ്വഭാവത്തിൽ ഷെയർ ക്യാമ്പയിനിങ് നടത്തിയാണ് ഈ ആശുപത്രി തുടങ്ങിയത്. യാതൊരു വായ്പകളും ഈ സംഘത്തിന് ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല. പൂർണ്ണമായും ജനങ്ങളുടെ പങ്കാളിത്തത്തിലാണ് ഇത് നമ്മൾ തുടങ്ങിയത്. പിന്നീട് 21/9/2023 സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ നമുക്ക് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഉൾപ്പെടെയുള്ള അനുമതി നൽകും. അതും ഇതുപോലെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് 2023. പിന്നീട് നമ്മൾ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്,
ഗ്രാമപഞ്ചായത്ത് ഇവിടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അനുമതി കിട്ടിയതിന് ശേഷം 11/6/2023 നമ്മൾ ഇതിൻ്റെ കുറ്റിയടിച്ച് തറക്കല്ലിട്ട് നമ്മളുടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കേവലം 1.5 വർഷം കൊണ്ടാണ് 50,000 ചതുരശ്ര അടി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവ് ചുരുങ്ങിക്കൊണ്ട് എന്നാൽ ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് ഞങ്ങൾ ഈ ആശുപത്രി എല്ലാ മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ കെട്ടിടത്തിന് 8.5 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് ചെലവ് വന്നിട്ടുള്ളത്. എല്ലാ മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ 16 കോടി രൂപയ്ക്ക് താഴെയാണ് 150 ബെഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഒരുക്കിയിട്ടുള്ളത് എന്നും ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ ഈ സമയം പറയട്ടെ. ആശുപത്രി തുടങ്ങുന്നതിൻ്റെ പ്രചാരണാർത്ഥം നമ്മൾ ആശുപത്രി സൈറ്റിൽ വെച്ച് 12/1/2025 മെഗാ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. ശരിക്കും ഞങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ആവശ്യകത ബോധ്യമായി ഞങ്ങൾക്ക് ആ മെഡിക്കൽ ക്യാമ്പിൽ 1436 പേരാണ് പങ്കെടുത്തത്. മലപ്പുറത്തു നിന്നുള്ള 13 അംഗ ഡോക്ടേഴ്സാണ് ആ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. പിന്നീട് ഞങ്ങൾ ആശുപത്രി ഇവിടെ ഓഫീസും ലബോറട്ടറിയും നമ്മളൊരു സോഫ്റ്റ് ലോഞ്ചിങ് 29/1/2025 കഴിഞ്ഞ മാസം നമ്മൾ നടത്തി. പിന്നീട് ഞങ്ങൾ ഈ ഗ്രാമങ്ങൾ നടന്നു. 29 ജനുവരി മുതൽ ഫെബ്രുവരി 14 വരെ കരുവാരക്കുണ്ട്, തുവൂര്, എടപ്പറ്റ, ചോക്കാട്, മേലാറ്റൂര്, കാളിക്കാവ്, എടപ്പറ്റ, അമരമ്പലം, പൂക്കോട്ടുംപാട് ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളും ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരടങ്ങുന്ന 30 അംഗ ടീമുകൾ ഓരോ കോളനികളും ടൗണുകളിലും കേന്ദ്രീകരിച്ച് ബ്ലഡ് ടെസ്റ്റുകളും ഷുഗർ പരിശോധനകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അവർക്ക് വേണ്ട ആരോഗ്യ ബോധവൽക്കരണങ്ങൾ നടത്തി വീടുകൾ കയറി ഇറങ്ങി ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഈ നാട് ആഗ്രഹിക്കുന്ന ചികിത്സ ഈ നാടിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ ആ യാത്ര ആരംഭിച്ചത്. ആ യാത്രയിൽ ഏകദേശം 11,432 പേരുടെ അടുത്ത് ഞങ്ങൾ നേരിട്ടെത്തി. അവരുടെ ആരോഗ്യസ്ഥിതികൾ വിവരണങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു. അതിനുതകുന്ന ഈ പ്രദേശം ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ആവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രൊജക്റ്റ് നമ്മൾ 21-ാം തീയതി 3 മണിക്ക് ശേഷമാണ് നമ്മൾ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുക. ഇനി പറയുന്നൊന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. 21-ാം തീയതി മുതലാണ് നമ്മൾ ആശുപത്രി ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. നാളെയും മറ്റന്നാളെയും വെള്ളിയാഴ്ച വരെ പൊതുജനങ്ങൾക്കും ഓഹരി ഉടമകൾക്കും ഈ ആശുപത്രി കാണുവാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 21-ാം തീയതി 3 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇതിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം നടത്തുന്ന. അതോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. 22-ാം തീയതി മുതൽ ഇതിൻ്റെ പൂർണ്ണ തോതിൽ ഞങ്ങൾ OP ആരംഭിക്കും. IP കിടത്തി ചികിത്സയും 22-ാം തീയതി മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. പ്രധാനമായിട്ടും ആദ്യ സമയത്ത് എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടിയുള്ള മെഡിക്കൽ ICU ഉണ്ട്, എമർജൻസി വിഭാഗമുണ്ട്, ജനറൽ സർജറി ഉണ്ട്, ജനറൽ മെഡിസിൻ ഉണ്ട്, ഓർത്തോ ഉണ്ട്, പിന്നെ കണ്ണുരോഗ വിഭാഗമുണ്ട്, ആധുനിക രൂപത്തിൽ സജ്ജീകരിച്ച ലബോറട്ടറി ഉണ്ട്, ഫാർമസി ഉണ്ട്, 4K ക്യാമറയോടുകൂടി ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടാമത് അവതരിപ്പിക്കുന്നത് ഏറ്റവും നൂതനമായ താക്കോൽ ദ്വാര ശസ്ത്രക്രിയക്കുള്ള 4K ക്യാമറയോടുകൂടിയുള്ള 2 ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഫുള്ളി എയർ കണ്ടീഷൻഡ് ചെയ്ത ലേബർ റൂം, ഗൈനക്കോളജി വിഭാഗത്തിലെ ഏറ്റവും സീനിയർ ഡോക്ടറെ ഞങ്ങളിവിടെ അണിനിരത്തിയിട്ടുണ്ട്. 28 വർഷം സീനിയറായുള്ള അത്രയും പ്രഗത്ഭ. അതുപോലെ ജനറൽ സർജറിയിലെ സീനിയർ ഡോക്ടറാണ്, അനസ്തേഷ്യ വിഭാഗത്തിൽ സീനിയർ ഡോക്ടറാണ്. ഏറ്റവും സീനിയർ നിരയെ തന്നെയാണ് നമ്മൾ ഈ നാടിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 6 മാസത്തിനുള്ളിലായിട്ട് ഞങ്ങൾ കാത്ത് ലാബിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാത്ത് ലാബും CT സ്കാൻ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 6 മാസത്തിനകം തന്നെ ഇവിടെ പൂർത്തിയാക്കി ഈ ആശുപത്രി പൂർണ്ണ തോതിൽ പ്രവർത്തനം സജ്ജമാക്കും എന്ന് പറയിച്ചുകൊണ്ട് ഈ പ്രൊജക്ട് നിങ്ങൾ അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഈ വെക്കേഷനിൽ ഇനി കളിച്ചു പഠിക്കാം, പഠിച്ചു രസിക്കാം. കുട്ടികളുടെ വീടിനടുത്ത് തന്നെ ബീസ്മാർട്ട് അബാക്കസിന്റെ വെക്കേഷൻ ക്ലാസുകൾ. 1.5 മണിക്കൂറിന്റെ ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് മാറ്റമുണ്ടാക്കി ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഏക അബാക്കസ് പരിശീലന സ്ഥാപനം. കേരളത്തിലെ എല്ലാ വാർഡുകളിലും വെക്കേഷൻ ക്ലാസുകൾ നടത്തുന്നു. LKG UKG വിദ്യാർത്ഥികൾക്കും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക കോഴ്സുകൾ. വെക്കേഷൻ ക്ലാസുകൾ April May മാസങ്ങളിൽ അഡ്മിഷൻ തുടരുന്നു. ആദ്യ 20 കുട്ടികൾക്ക് 50% ഫീസ് ഇളവ്. ബീസ്മാർട്ട് അബാക്കസ് 9447164411 കേരളത്തിലെ എല്ലാ വാർഡുകളിലും.